എന്താ യൂസഫ് അലി കാണണം എന്ന് പറഞ്ഞായിരുന്നു. അയാളോ? ആ. അയാളെ കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. അതാ രണ്ടെണ്ണം ഇവിടെ ഇരിക്കണ്ടല്ലോ. ആ ശരി. പറയ്, ഇനി പറയും എന്താണ് എന്താ ഞങ്ങൾ പറഞ്ഞു കാണണം. പിന്നെ ചെങ്ങായിമാർ നിങ്ങൾ അറിഞ്ഞോ, ഈ മനുഷ്യൻ 2 ആഴ്ചയായിട്ട് ആസ്പത്രിയിൽ ആശുപത്രിയിലോ? പാമ്പ് കടിച്ചിക്കാന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ആര് പറയുന്ന കേട്ടില്ലല്ലോ അത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏ ഒരു പാമ്പിനെ വേറൊരു പാമ്പ് കടിക്കാൻ വഴിയില്ല. അത് ശരിയാണല്ലോ. അല്ലടാ അത് പോട്ടെ, ഏത് ഹോസ്പിറ്റലായിരുന്നു? ഞാൻ ഹോസ്പിറ്റലൊന്നുമല്ല, ഞാനിവിടെ ഈ രാമേന്ദ്രൻ വൈദ്യരില്ലേ ആളെത്തേർ. എന്റെ റഹിയെ, ഇജ്ജ് ഏത് യുഗത്തിലാ ജീവിക്കണ്? ഇപ്പോഴും പഴയ ആധുനിക കാലാണിത്, 21-ാം നൂറ്റാണ്ടാണ്. ഇപ്പോഴും ഈ വൈദ്യനും മറ്റേതും മറിച്ചതും പറഞ്ഞിട്ട് നടക്കുക. എടാ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോണതിന്, അല്ലാതെ രാമേന്ദ്രൻ വൈദ്യരും കൃഷ്ണ വൈദ്യരുടെ അടുത്തേക്കല്ല പോവുക. ഒരു ലോകമില്ല ചെങ്ങായി അനക്കൊന്നും. വല്ലാത്തൊരു ജാതി കാര്യം നോക്കിച്ചോന്റെ. എന്താണ് കാട്ടുന്നത്? ഇപ്പോഴും വൈദ്യനും മറ്റേതും മറിച്ച് നടക്കാത്ത. പിന്നെ അങ്ങനെ വൈദ്യന്മാരെ പുച്ഛിച്ചു പറയണ്ട രാജേഷ് ഭായി. അതിനൊക്കെ എൻ്റെ വല്യപ്പാൻ്റെ ഒരു വല്യപ്പ ഉണ്ടായിരുന്നു. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അർപ്പിക്കുന്ന മഹാനായിരുന്നു. ഉഗ്രം വൈദ്യരായിരുന്നു. എടാ പൊന്നാര റഹിയെന്നാ ഇയാളുടെ വല്യപ്പാന്റെ അടുത്തേക്ക് പറഞ്ഞില്ല കണക്ക്. എൻ്റെ പൊന്നാര ചങ്ങായിമാരെ വല്യപ്പ അല്ല, വല്യപ്പാൻ്റെ വല്യപ്പയാണ്. അല്ല, ആ വല്യപ്പാന്റെ വല്യപ്പ എവിടെ? മൂപ്പരൊക്കെ മരിച്ചുപോയി രാജേഷ് ഭായി. ആ എന്ത് വർത്താനം ഈ പറഞ്ഞേ? എൻ്റെ വലിപ്പാൻ്റെ വലിപ്പ മരിച്ചൊന്നല്ല, തല്ലി കൊന്നല്ലേ? ആണ് പറഞ്ഞു കൊടുക്ക്. പിന്നെ സംഭവം റഹീംഭായി പറഞ്ഞത് സത്യമാണ്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇതേമാതിരി പാമ്പ് പിടിച്ചിട്ട് കൊടുന്നു. അയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വല്യപ്പാൻ്റെ അടുത്തേക്ക് പാമ്പ് പിടിച്ച ആളെ കൊടുന്നേക്കിന് വല്യപ്പ ഈ വിളിച്ചു വരുത്തി ക്രിയ ചെയ്യുന്നതിൽ മിടുക്കനാണല്ലോ. അപ്പോൾ മൂപ്പര് പാമ്പിനെ വിളിച്ചു വരുത്തി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു. ഈ കടി കിട്ടിയതും ഈ വന്ന രോഗി ഇതാ കിടക്കണം അവിടെ. അപ്പം തന്നെ ആള് പിടുത്തം വിട്ടു. അല്ല, അതിപ്പോ എന്താ സംഭവിച്ചു? വല്യപ്പ വിളിച്ച പാമ്പൊന്നല്ല വന്നത് ഏതോ കൂടിയേറ്റം പാമ്പ്. അപ്പൊ എന്താ മൂപ്പർക്ക് കടിച്ച പാമ്പിനെ എന്താ കണ്ടറിയില്ലേ? പിന്നെ കണ്ടാൽ തിരിച്ചറിയപ്പോ പാമ്പ് ആധാർ കാർഡും ID പ്രൂഫൊക്കെ എടുത്തിട്ടല്ലേ നടക്കുന്നത്. പിന്നെ ഒലക്കാണ്, നീർക്കോലി കടിച്ചിട്ടേ വിഷമിറക്കാൻ കൊടുത്തിട്ടേ മൂർഖനെ കൊണ്ട് വിഷമിറക്കിപ്പിച്ചാളാ. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല.